നമുക്കറിയാമല്ലോ ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന സിനിമ അതിനെതിരെ ഇവിടെ കേരള സമൂഹം ഒന്നാകെ അതിനോട് പ്രതികരിച്ചപ്പോൾ ഇവിടുത്തെ സഭ എന്താണ് ചെയ്തത്? ആ സിനിമ സഭാവിശ്വാസികളായ കുട്ടികളെ കാണിക്കാൻ മുൻകൈയെടുക്കുന്നു, അതേക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ വിചാരധാരയിൽ തന്നെ പറയുന്നു പൊതുശത്രുക്കളായി കാണുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ്. അതിൽ ഞങ്ങളില്ല, ഞങ്ങളത് അവർക്കൊപ്പമാണെന്ന് ഇങ്ങനെ സ്വയം ധരിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് നേരെയും വരുന്നുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇനി ഈ ക്രിസ്ത്യാനികൾ വലിയ തോതിൽ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്ന് ഓർഗനൈസർ ലേഖനം വന്നല്ലോ, അതിന്മേൽ പരിശോധന വേണമെന്ന്. പിന്നീട് അത് വലിയ ചർച്ചയായപ്പോൾ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമൊക്കെ മുന്നിൽ കണ്ട ആ ലേഖനം പിന്നീട് പിൻവലിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ക്രിസ്ത്യൻ വോട്ട് BJP സ്ഥാനാർത്ഥികൾ നേടി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിൽ സഭയ്ക്ക് വലിയ പങ്കുണ്ട്. അതായത് പള്ളിയിൽ പോയി ഒരു കുരിശൊക്കെ നൽകിയാൽ അതിൽ വീണു പോകുന്നതാണോ സഭാ സമൂഹം? ആത്യന്തികമായി അവരോടുള്ള നിലപാടെന്താണ്? രാജ്യത്ത് അവരെടുക്കുന്ന ക്രിസ്ത്യാനികളോടുള്ള പൊതു സമീപനം എന്താണ് എന്ന തിരിച്ചറിവിലേക്ക് സഭ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഇവിടെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ സഭാ സമൂഹത്തിൽ ഇപ്പോൾ മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ എത്ര കാലമായി അവർ പ്രവർത്തിക്കുന്നതാണ്, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അതാക്കിയിട്ടുണ്ട്. സ്റ്റാൻ സ്വാമിയുടെ കാര്യം നമുക്കറിയാം. ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന വൈദികനാണ്. അദ്ദേഹത്തെ ഏത് രൂപത്തിൽ ക്രൂശിച്ചിട്ടാണ് അവസാനം കോടതി പോലും ഒരു സ്ട്രോ കൊടുത്ത് വെള്ളം കുടിക്കാൻ പോലും അനുവദിക്കാതിരുന്ന എങ്ങനെയാണ് അദ്ദേഹം മരണമടഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇതിനോടൊക്കെ സഭാ സമൂഹം എത്രത്തോളം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്.